തൃശ്ശൂർ കൊടകരയിലാണ് സംഭവം. ഇന്ന് പുലർച്ചെ 6 മണിക്കാണ് ഈ സംഭവം നടന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളായ 3 പേരാണ് ഈ അപകടത്തിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ പെട്ടുകിടക്കുന്നത്. അതിൽ ഒരാളെ പുറത്തെടുക്കാൻ കഴിഞ്ഞു. അയാൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ലിഷോയ് തുടർന്ന വിവരങ്ങളുമായി. ലിഷോയ്, ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കും. ആദ്യഘട്ടത്തിലെ ശ്രമം അത് തുടരുകയാണ്. അതായത് ഈ 2 പേരെ വീണ്ടും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അവരെ ഇതുവരെയും പുറത്തെത്തിക്കാനായി സാധിച്ചിട്ടില്ല. ഏകദേശം ഒരു 5 മിനിറ്റിലധികമായി ഇവരെ കണ്ടെത്തി കഴിഞ്ഞിട്ട്. പക്ഷേ ഇതിനകത്ത് നേരെ ഇറങ്ങിക്കിടക്കുന്നതിനാൽ തന്നെ അവരെ പുറത്തേക്ക് ഈ സ്ലാബ് അത്രത്തോളം ഭാരമുള്ളതാണ്. വലിയ ടൺ കണക്കിന് ഭാരമുള്ള ഈ കോൺക്രീറ്റ് പാളിയാണ് വീണിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ അടിയിൽ നിന്ന് ആളുകളെ മാറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവിടെ നിന്ന് എടുത്ത് പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൽ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നതും. പല വിധത്തിൽ പല ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒരു ഭാഗത്തു നിന്ന് ഫയർഫോഴ്സ് സംഘവും മറ്റൊരു ഭാഗത്തു നിന്ന് നാട്ടുകാരും ഉൾപ്പെടെയുള്ളവരും ഒക്കെ തന്നെ ഇവിടെ ഇതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ആദ്യഘട്ടത്തിൽ നടത്തിയ ഒരു ശ്രമം വിഫലമാവുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ വീണ്ടും ഈ കോൺക്രീറ്റ് പാളി ഉയർത്തിയതിന് ശേഷം അവിടേക്ക് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇറങ്ങി ഈ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന ആളെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ശ്രമിക്കുന്നത്. വലിയ മരക്കഷ്ണങ്ങൾ ഉൾപ്പെടെയുള്ളവ അത് ഈ കോൺക്രീറ്റ് പാളി ഉയർത്തി കൂടുതൽ ഇടിഞ്ഞു വീഴാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ആണ് ഇപ്പോൾ നടത്തുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ ഉദ്യോഗസ്ഥർ ഇറങ്ങുമ്പോൾ അവർക്കും അപകടം പറ്റാത്ത രീതിക്ക് വേണം ഇത് ചെയ്യാനായി. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഒരു പൊളിഞ്ഞു വീണ ഒരു കെട്ടിടമാണ്. അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണ്ടും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്ത് അവരുടെ ഒരു സുരക്ഷ കൂടി കണക്കിലെടുത്താണ്, ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സുരക്ഷ കൂടി കണക്കിലെടുത്താണ് അത്തരത്തിൽ ഒരു നീക്കം ഇപ്പോൾ നടത്തുന്നത്. കൂടുതൽ സ്ലാബ് ഉയർത്തുക, കോൺക്രീറ്റ് പാളി ഉയർത്തുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ചെയ്യുന്നത്. അത് ഇവിടെ പുരോഗമിക്കുകയാണ്. 2 പേർ അതിനടിയിൽ ഉണ്ട്. രാഹുൽ അതുപോലെ തന്നെ അലീം എന്നീ 2 പേരാണ് ഇതിനടിയിൽ ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റൂബൻ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയെ ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റ് 2 പേർ, ആ 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അവർ 2 പേരെയും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ പുറത്തേക്ക് എത്തിക്കാനായി കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ മഴ മാറി നിൽക്കുന്നതിനാൽ തന്നെ ഈ പ്രതിസന്ധിയൊന്നും ആ ഒരു തരത്തിലുള്ള പ്രതിസന്ധിയില്ല. പക്ഷേ ഇനിയിപ്പോൾ മഴ കനക്കുകയാണെങ്കിൽ അതും ഈ രക്ഷാപ്രവർത്തനത്തിനെ ബാധിക്കും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ചെറിയ ആകാശമൊക്കെ മൂടിക്കിടക്കുന്നതായി ദൃശ്യങ്ങളിൽ മനസ്സിലാവുന്നു. വെളിച്ചമൊക്കെ കുറവ് പോലെയാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. മഴ പെയ്യാതിരുന്നാൽ നന്നായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂലമായി ഏതെങ്കിലും തരത്തിൽ മഴ ബാധിക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ വിശ്വസിക്കാം, പ്രതീക്ഷിക്കാം. ഈ 2 പേരെ വീണ്ടും പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്.